പെൺകുട്ടികളൊന്നും അങ്ങനെ ആഗ്രഹിക്കില്ല ഒരു 2 അടിക്കണം, 2 മദ്യപിക്കുന്ന ആളായിരിക്കണം എന്നൊന്നും ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്റെ ആഗ്രഹം എല്ലാ ദിവസവും വെള്ളം അടിച്ചാലും കുഴപ്പമില്ല, അത്രയ്ക്കും ധൈര്യമുള്ള ആളായിരിക്കണം എന്നായിരുന്നു എന്റെ സങ്കല്പം. വെള്ളം അടിച്ചോട്ടെ, കുഴപ്പമില്ല, വെള്ളം അടിക്കണം നല്ലതല്ല, എന്നാലൊരു ധൈര്യം വരുള്ളൂ. പിന്നെ എന്താണ്, ആരെങ്കിലും എന്നെ പിടിച്ച് തോണ്ടുവാണെങ്കിൽ തിരിച്ച് 2 തോണ്ടിയിട്ട് 2 കൊടുത്തിട്ട് എന്തിനാടാ ഇവളെ തോണ്ടിയതെന്ന് ചോദിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു, ഞാൻ കണ്ടു വളർന്ന എല്ലാം അങ്ങനെയാണ്. കാരണം പുള്ളി എന്താണ് ലോറിക്ക് വട്ടമൊക്കെ ഇട്ടിട്ട് ലോറിക്കാരനെ പിടിച്ചടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ കാണുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു സങ്കല്പമായിരുന്നു എനിക്ക്. ആര് ചോദിച്ചാലും എന്നോട് ഞാൻ പറയും നല്ല ദേഷ്യക്കാരനായിരിക്കണം, 2 അടിക്കണം, എല്ലാ ദിവസവും 2 അടിക്കണം, അങ്ങനെ. പക്ഷെ ദൈവം എനിക്കായി കാത്തു വെച്ചിരുന്നത് ഇതിനെല്ലാം ഓപ്പോസിറ്റ് ഉള്ള ഒരാളായിരുന്നു. അതാണ് വേറെ രസം. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അതും ഞാൻ തന്നെ സെലക്ട് ചെയ്ത ആളാട്ടോ. സാധാരണ നമ്മൾ പറയും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾ നമ്മുടെ സങ്കല്പത്തിനുള്ള ആൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് ഇതിനെല്ലാം ഓപ്പോസിറ്റ്. ഫോർ എക്സാമ്പിൾ, പുള്ളി വെള്ളം അടിക്കല, പുള്ളി ടീടോട്ടലറാണ്, പുള്ളിക്ക് ദേഷ്യം വരത്തേയില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും. പുള്ളി ഭയങ്കര ശാന്തമാണ്. ഞാനാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ പുള്ളിനെ കാണുന്ന സമയത്ത് എൻ്റെ പപ്പയുടെ ഡിറ്റോ ആണ് ഞാൻ. എന്നെ എനിക്ക് ദേഷ്യം വരും, അതുപോലത്തെ ആളായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര ശാന്തം, എല്ലാം ഇങ്ങനെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുന്ന ഒരാള്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം അടിക്കത്തൊന്നുമില്ല. പിന്നെ ആരെങ്കിലും നമ്മളെ തോണ്ടിയാ സാരല്ലേ പോട്ടെ, ഇപ്പൊ ഒന്നും ചെയ്യാൻ പോവല്ലേ, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരാള്. എന്തൊക്കെയായിരുന്നു എൻ്റെ സങ്കല്പം, അതിനൊക്കെ ഓപ്പോസിറ്റ്. എനിക്കൊരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യന് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എൻ്റെ ഒപ്പം തന്നെ പൊക്കമുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം എനിക്ക് കാത്തുവെച്ചത്. പക്ഷെ ഇതിലൊക്കെയുള്ള ഇതെല്ലാം ജോക്സ് പാർട്ട്. പക്ഷെ ഇതിലൊക്കെ ഉള്ള വേറൊരു ഭാഗം എന്നെ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് കാണുമ്പോൾ പറയും നിനക്ക് എന്തോ ഒരു ഫ്രീഡാണ് എന്ന് പറയും. ഞാനാണെങ്കിൽ സെയിം ഫീൽഡിൽ നിന്നുള്ള ഒരാളെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ഷൂട്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ IT ജോബിനെ പോലെയൊന്നുമല്ല. രാവിലെ തുടങ്ങി എപ്പോൾ തീരുന്നു നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലാവും. അവൾ ചെയ്യുന്ന ജോലി ഇതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 10 മണിയാവും, 11 മണിയാവും, ചില ദിവസങ്ങളിൽ വിളിക്കാൻ പറ്റിയില്ല എന്ന് വരും, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇപ്പം എൻ്റെ സങ്കല്പത്തിന് ഒരാളെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്ന ഒരാളായിരിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് ടെമ്പേർഡ് ആണെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി എന്താടി തീരാത്തത്, നിനക്ക് 9 മണി വരെ വർക്ക് ചെയ്താൽ പോലെ, അങ്ങനെ പറയുന്ന ഒരാളായിരിക്കും. ഈ പറഞ്ഞ വെള്ളം അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രാത്രി വന്നു കഴിഞ്ഞിട്ട് നീ 10 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 തരുന്ന ആളായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നത് ഒരു ഫ്രൂട്ട് തന്നെയാണ്. ആ ഫ്രൂട്ട് വളരെ മധുരമുള്ളതായിരുന്നു. എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്.